കഥ രാമായണം. സന്ദർഭം സേതുബന്ധനം. പക്ഷേ മൂലകൃതിയിൽ എവിടെയും കാണാത്ത കാര്യമാണ് ഈ നാടോടി കഥയിൽ ഉള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രം ഒരു ഒച്ചാണ്. ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണനെ യുദ്ധം ചെയ്തു വധിക്കാൻ ശ്രീരാമൻ തീരുമാനിച്ചു. കടൽ കടന്ന് ലങ്കയിലെത്തണമെങ്കിൽ കടലിനു കുറുകെ ചിറകെട്ടണം. വാനരസേനയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സഹായത്തോടെ ചിറകെട്ടാൻ തീരുമാനമായി. ചിറയുടെ പണി തുടങ്ങുന്ന സുദിനം വന്നു. ശ്രീരാമനും ലക്ഷ്മണനും വാനരപ്പടയെയും കൊണ്ട് കടൽ തീരത്തെത്തി. ശ്രീരാമന്റെ അഭ്യർത്ഥന മാനിച്ച് ചെറുതും വലുതുമായ അനേകം ജീവജാലങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ജീവികളെല്ലാം നിരന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രീരാമന് സന്തോഷമായി. എന്നാൽ അവയ്ക്കിടയിൽ ഒരാളുടെ അഭാവം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിസ്സാരനായ ഒച്ചിന്റെ. ശ്രീരാമൻ ഉടനെ തന്നെ അംഗദനെ ഒച്ചിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അംഗദൻ അവിടെ എത്തി അതിനോട് പറഞ്ഞു, ഒച്ചേ ഒച്ചേ, നീ വേഗം കടൽക്കരയിലെത്തി അണകെട്ടാൻ സഹായിക്കണം. വരാമായിരുന്നു, പക്ഷേ ഇപ്പോൾ സൂര്യൻ ഉദിച്ചുപോയില്ലേ. എനിക്കെന്റെ വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. ചോറ് വെക്കണം, കറി വെക്കണം, പായസം വെക്കണം, എന്നിട്ടതെല്ലാം ഒറ്റയ്ക്ക് കഴിക്കണം. പിന്നെങ്ങനെ ഞാൻ ചിറകെട്ടാൻ വരും? അംഗദൻ നിരാശയോടെ തിരിച്ചുപോയി. വിവരമറിഞ്ഞിട്ടും ശ്രീരാമന് ഒച്ചിനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. ചിറയുടെ പണി വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരുന്നു. പകുതി പണി പൂർത്തിയായപ്പോൾ ശ്രീരാമന് വീണ്ടും ഒച്ചിന്റെ കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം ഹനുമാനെ ഒച്ചിന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. ഹനുമാൻ ഒറ്റ ചാട്ടത്തിന് ഒച്ചിന്റെ വീട്ടിലെത്തി അതിനോട് പറഞ്ഞു, ഒച്ചേ ഒച്ചേ, നീ വേഗം വന്ന് പാതി ചിറകെട്ടാൻ സഹായിക്കണം. അപ്പോൾ ഒച്ച് കണ്ണിറുക്കി പറഞ്ഞു, ഞാൻ വന്നേനെ, പക്ഷേ ഇപ്പോൾ ഇരുട്ടായില്ലേ. എനിക്ക് കൈ കഴയ്ക്കുവോളം പണിയുണ്ട്. പാത്രം കഴുകണം, ഉറിയിൽ കമഴ്ത്തണം, പായ വിരിക്കണം, ഉറങ്ങണം. പിന്നെ ഞാൻ എങ്ങനെ വരും? ഹനുമാൻ മടങ്ങി വന്ന് ശ്രീരാമനോട് വിവരം പറഞ്ഞു. ശ്രീരാമൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ചിറയുടെ പണി വീണ്ടും മുന്നേറി. മുക്കാലും പണി തീർന്നപ്പോൾ ശ്രീരാമന് വീണ്ടും ഒച്ചിനെ ഓർമ്മ വന്നു. അദ്ദേഹം സഹോദരനായ ലക്ഷ്മണനെയാണ് ഇത്തവണ ഒച്ചിന്റെ അടുത്തേക്ക് അയച്ചത്. ലക്ഷ്മണൻ ഒച്ചിനടുത്തെത്തി. അവിടെ മടി പിടിച്ച് കിടക്കുകയായിരുന്ന ഒച്ചിനെ വിളിച്ചുണർത്തി അദ്ദേഹം പറഞ്ഞു, ഒച്ചേ ഒച്ചേ, നീ വേഗം വന്ന് കാൽ ചിറകെട്ടാൻ സഹായിക്കണം. ഞാൻ മടികൂടാതെ വന്നേനെ, പക്ഷേ ഇപ്പോൾ കർക്കിടക മാസമല്ലേ. എനിക്ക് വീടിനകം മുഴുവൻ അടിച്ചു വാരണം, തൂത്തു തുടയ്ക്കണം, വിളക്ക് വയ്ക്കണം, നാമം ചൊല്ലണം. പിന്നെ എങ്ങനെ ഞാൻ വരും? ലക്ഷ്മണനും മടങ്ങി വന്ന് ശ്രീരാമനോട് വിവരം പറഞ്ഞു. ശ്രീരാമൻ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ ചിറപണി മുഴുവനും പൂർത്തിയായി. പണിയിൽ സഹായിച്ച ജീവികൾക്കെല്ലാം ശ്രീരാമൻ സമ്മാനങ്ങൾ നൽകി. അണ്ണാന് മുതുകത്ത് 3 വര, മയിലിന് നിറമുള്ള പീലികൾ, കഴുകന് എത്ര ഉയരെ നിന്നും കാണാനുള്ള കഴിവ്, പൂച്ചയ്ക്ക് എങ്ങനെ വീണാലും അപകടം കൂടാതെ രക്ഷപ്പെടാനുള്ള കഴിവ്. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം വലിയ സന്തോഷം തോന്നി. ശ്രീരാമന്റെ സമ്മാന വിതരണത്തെക്കുറിച്ച് അറിഞ്ഞ് ഒച്ച്
അവിടെ ഓടിക്കിതച്ചെത്തി. സമ്മാനത്തിനായി ശ്രീരാമന്റെ മുന്നിൽ വന്ന് കൈനീട്ടി. അത് കണ്ട് ശ്രീരാമന് വല്ലാത്ത അരിശം വന്നു. അദ്ദേഹം ഒച്ചിനു നേരെ ശകാരവർഷം നടത്തി. ഓഹോ, നിനക്ക് സമ്മാനം വേണമല്ലേ? ജോലിത്തിരക്ക് മൂലം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തവനല്ലേ നീ? നിനക്കും ഞാനൊരു സമ്മാനം തരാം. ഇനി മുതൽ എപ്പോഴും വീട് നിന്റെ പുറത്തായിരിക്കും. അന്നു മുതലാണ് ഒച്ച് വീടും പുറത്തേറ്റി വലിഞ്ഞിഴഞ്ഞ് നീങ്ങാൻ തുടങ്ങിയത്.